ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ ഉണ്ടായിരുന്നത് 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായത്. SCERT കൊടുത്തിട്ടുള്ള ആ ഒരു SCERT പുസ്തകത്തിൻ്റെ ഒരു പാർട്ടാണ് അതേപോലെ എടുത്തിട്ട് വച്ചിരിക്കുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി അത് രാജ് നാരായൺ ബോസ് ആണ്. നമസ്കാരം. സഹകാര റൈസ് പ്ലസിൻ്റെ PSC ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ അടുത്തൊരു ക്ലാസ് എന്ന് പറയുന്നത് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. നമ്മുടെ സിലബസിനകത്ത് വ്യക്തമായി കൊടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. അപ്പോൾ അത് നമ്മളൊരു 2 പാർട്ടായിട്ട് 2-3 പാർട്ടായിട്ട് നമ്മൾ അതെടുക്കും. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പാർട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച INC ആദ്യം ഫോം ചെയ്യുന്നു. അതിൻ്റെ പിന്നോടിയായിട്ട് പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ INCയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, ബംഗാൾ വിഭജനം നടക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചു ഒട്ടനേകം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ അവയെക്കുറിച്ചിട്ട് പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില വ്യക്തികളും അവരുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകളും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നല്ല ശ്രദ്ധയോടുകൂടി ഇരിക്കുക. തുടങ്ങാൻ പോവുകയാണ്. ആദ്യം ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവരുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് തെറ്റായിട്ട് മാച്ച് അല്ലാതെ തന്നിട്ടുണ്ട്. അത് മാച്ച് ആക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സത്യശോധക സമാജം ജ്യോതിറാവ് ഫുലെ, ആര്യ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, പ്രാർത്ഥനാ സമാജം ദയാനന്ദ സരസ്വതി, ഹിതകാരിണി സമാജം വീരേശലിംഗം ബന്ധുലു. അപ്പോൾ ഇതിനകത്ത് ചില പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില സംഘടനകളും പേരുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് പറയാം. ഉത്തരം ഞാൻ പറയില്ല, നിങ്ങൾ പറയും. ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് എടുത്ത് പൗസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ തന്നെ പറയാൻ നോക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണുന്നത്. ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ക്ലാസ്സിന് ശേഷം, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആൻസർ ചെയ്യും, ശരിയായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടണേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഈ മേഖലയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റെനസൻസ്? രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ആരംഭിച്ച പത്രമേതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു മേഖലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിന് ശേഷം, ക്ലാസ്സിൻ്റെ 2 പാർട്ടും കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, എടുത്ത് വെച്ചിട്ട് ആൻസർ ചെയ്ത് നോക്കുക. എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്. അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻ 19th സെഞ്ച്വറി, ഏകദേശം 19ാം നൂറ്റാണ്ട് തൊട്ടാണ് റിഫോം മൂവ്മെൻറ്റ്സ് എമർജ്ഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റിനൈസൻസ് ലീഡേഴ്സ് എഗൻസ്റ്റ് ഇമ്മോറൽ പ്രാക്ടീസ്. ഇന്ത്യയിൽ ഒരുപാട് ഇമ്മോറൽ പ്രാക്ടീസ്, അതായത് ഇമ്മോറൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ കുറേ നയങ്ങൾ, അതായത് കുറേ അനാചാരങ്ങൾ, ആവശ്യമില്ലാത്ത കുറേ നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി. ശൈശവ വിവാഹം, പിന്നെ വിധവ പുനർവിവാഹം ഇല്ലാതിരിക്കുക, അതേപോലെ അങ്ങനെ ഒരുപാട് സ്ത്രീകളെ അടിച്ചമർത്തുക, അങ്ങനെ ഒരുപാട് ഇമ്മോറൽ പ്രാക്ടീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റിനൈസൻസ് ലീഡേഴ്സ്, നവോത്ഥാന നായകന്മാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് എന്തെന്ന് പറയുന്നത് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആരംഭിക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ് എന്ന ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. കാര്യം ഇത് പുസ്തകത്തിനകത്ത് SCERT പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യും, ക്ലാസ് അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ലീഡ് ടു ദ എമർജൻസ് ഓഫ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്. ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഉണ്ടായി വരാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. നന്നായിട്ട് പഠിക്കുക. ഇതും നമ്മുടെ റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് കളയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാര്യം ഇതൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കില്ല. ഡിഗ്രി ലെവൽ എക്സാം ആണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, നോക്കുക. ഇതിൽ ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എമോങ് ദ ഇന്ത്യൻ പീപ്പിൾ. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇന്ത്യയിലുള്ള ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ത് ചെയ്തു,
ഡെവലപ്മെന്റ് അമോങ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇന്ത്യക്കാരുടെ ചിന്താഗതിയൊക്കെ അങ്ങ് വികസിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഇമ്മോറൽ പ്രാക്ടീസൊക്കെ നല്ലതാണോ എന്ന് ഇന്ത്യക്കാർ തന്നെ സ്വയം ചിന്തിച്ചു. അപ്പോൾ ഇതൊരു നല്ല പോയിന്റാണ്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് എന്തിലേക്ക് നയിച്ചു? ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ട് വരാനൊരു പ്രധാന കാരണമായിരുന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ആധുനിക വൽക്കരണത്തോടുള്ള താല്പര്യം. പരസ്പരം കണ്ടിന്യൂ ചോദിക്കാൻ പറ്റും. അവർ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർ സ്വയം ഒന്ന് ഡെവലപ്പായി. അങ്ങനെ സ്വയം ഡെവലപ്പായ ഇന്ത്യൻ ജനത ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, അവർക്ക് എന്തിലും താല്പര്യമുണ്ടായിരുന്നു? ആധുനിക വൽക്കരണത്തിൽ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെയുള്ള സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകളിലേക്ക് വഴിതെളിച്ചു. അടുത്തത് നോക്കുക, ലോജിക്കൽ തിങ്കിങ്, യുക്തിചിന്ത. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലും നമ്മൾ പല കാര്യങ്ങളും യുക്തി ഇല്ലാതെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ 19ാം നൂറ്റാണ്ടിൽ ചില ഇന്ത്യക്കാർ എന്ത് ചെയ്തു? യുക്തിപരമായിട്ട് ചിന്തിച്ചു. ഈ നമ്മളിവിടെ ചെയ്യുന്ന ഈ കാര്യം അല്ലെങ്കിൽ ഇന്ന കാര്യം എന്തൊക്കെയാണോ നമ്മൾ പഠിക്കും കേട്ടോ, ഇത് യുക്തിക്ക് നിരക്കുന്നതാണോ? ഇത് ചെയ്തതുകൊണ്ട് എന്താണ് ഉപയോഗം? ഇത് ശരിക്കും ഒരു ട്രാപ്പല്ലേ? അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ചതല്ലേ? ഇത് ബ്രിട്ടീഷുകാരുടെ തന്ത്രമല്ലേ? അങ്ങനെ കുറേ ലോജിക്കലായിട്ട് ഇന്ത്യക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എന്തിലേക്ക് നയിച്ചു? നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റിലേക്ക് നയിച്ചു. SCERT ഫാക്ടുകളാണ് ഈ പറഞ്ഞതൊക്കെ, നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പോൾ ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇൻഡിപെൻഡന്റ് തിങ്കിങ് ആൻഡ് ഡെവലപ്പ് എമോങ് ദ ഇന്ത്യൻ പീപ്പിൾ, ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ലോജിക്കൽ തിങ്കിങ് തുടങ്ങിയവ. നോക്കുക, ദ ഡിമാൻഡ് പുട്ട് ഫോർവേഡ് ബൈ ദ ഇന്ത്യൻ സോഷ്യൽ റിഫോമേഴ്സ് ടു അച്ചീവ് ദെയർ ഗോൾ. അപ്പോൾ ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റുകളൊക്കെ തുടങ്ങിയത് അവർക്കൊരു ഗോളുണ്ട്, അവർക്ക് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ മാറ്റാനാണ് നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കൾ ശ്രമിച്ചതെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഒന്ന്, അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതൊരു പ്രധാന ലക്ഷ്യമായിരുന്നു. ഇതുപോലെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ അതിലൊരു പ്രധാനമായിട്ടും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച ഗോൾ എന്ന് പറയുന്നത് അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. അന്ന് 19ാം നൂറ്റാണ്ട് ശ്രമിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് പൂർണ്ണമായും നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. രണ്ടാമത്തെ പോയിന്റ്, പ്രൊട്ടക്റ്റ് എവരി ഓൺ റൈറ്റ്സ്, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ജെൻഡർ വ്യത്യാസമില്ലാതെ, കാസ്റ്റ് വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ എല്ലാ ആളുകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതും എന്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു? ഈ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അടുത്തത്, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം ഒഴിവാക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കാര്യം ഇതിന് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടനേകം സാമൂഹികവൽക്കരണ പ്രസ്ഥാനങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എഗൈൻസ്റ്റ് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. എഡ്യൂക്കേറ്റ് ആൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. ഇംപ്ലിമെന്റ് വിഡോ മാരേജ്, വിധവാ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ എൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി. വാട്ട് ഈസ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി? പൗരോഹിത്യ മേധാവിത്വം. പുരോഹിതന്മാർ തീരുമാനിക്കുന്നത് പോലെ സമൂഹത്തിലെ കാര്യങ്ങൾ നടക്കുന്നു, പുരോഹിതന്മാരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കുന്നു. അതാണ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവസാനിപ്പിക്കുക. അതുപോലെ ചൈൽഡ് മാരേജ് അവസാനിപ്പിക്കുക. എന്താണ്? ശിശു വിവാഹം, ശൈശവ വിവാഹം അത് അവസാനിപ്പിക്കുക. വിധവകൾക്ക് കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. സ്ത്രീകളോടുള്ള വിവേചനം ഇല്ലാതാക്കുക. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. ജാതി വ്യവസ്ഥ തുടച്ചു നീക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു 19ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെയാണേ, എല്ലാ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് പഠിക്കുക. അബോളിഷ് ദ കാസ്റ്റ് സിസ്റ്റം, പ്രൊട്ടക്ട് എവരിയോൺസ് റൈറ്റ്, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് വുമൻസ്, എഡ്യൂക്കേറ്റ് ആള്, ഇംപ്ലിമെന്റ് വിഡോസ് റീമാരേജ്, എൻഡ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്റ്റ്ഹുഡ് സുപ്രമസി. ക്ലിയർ ആണേ? പോയിന്റുകൾ ക്ലിയർ ആണേ? അടുത്തൊരു സ്ലൈഡിലേക്ക് പോവുകയാണ്. നോക്കിക്കേ, ഈ സ്ലൈഡിൽ എന്താ തന്നിരിക്കുന്നത്? കാണുമ്പോൾ അറിയാം എന്താ? ഒരു SCERTയുടെ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പാർട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച പോയിന്റുകൾ പുസ്തകത്തിലുള്ളതാണ്. ആ പോയിന്റുകൾ SCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തിലുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ
19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്. ഇതാ ലോജിക്കൽ തിങ്കിങ്, ഇൻട്രസ്റ്റ് ഇൻ മോഡറൈസേഷൻ, ഇൻഡിപെൻഡന്റ് തിങ്കിങ്, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിലൂടെ? 19-ാം നൂറ്റാണ്ടിൽ. ഞാൻ ഈ അടിവരെ ഇടുന്ന പോയിന്റുകൾ നമ്മൾ പഠിച്ച പോയിന്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റുകളാണ്. കൃത്യമായും പഠിക്കുക, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ പ്രധാനമായും 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 2 ലക്ഷ്യങ്ങൾ, പ്രധാനമായി 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിവിധ അനാചാരങ്ങൾ ഇല്ലാതാക്കുക. ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ ഇല്ലാതാക്കുക. രണ്ടാമത്തേത്, എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ വസ്ത്രം ധരിക്കാൻ വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ കുറച്ചു മുൻപ് സിമ്പിളായിട്ട് പറഞ്ഞത്, പ്രൊട്ടക്റ്റ് എവരിയോൺസ് റൈറ്റ്. പുസ്തകത്തിനകത്ത് അത് കുറച്ചും കൂടെ ഡീലായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും വിവേചനമില്ലാതെ, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ നടക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, വിദ്യാഭ്യാസം നേടാൻ, ഇതിനൊക്കെയുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും എവിടെ ഉണ്ടായിരുന്നത്? 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായത്. SCERT കൊടുത്തിട്ടുള്ള ആ ഒരു SCERT പുസ്തകത്തിൻ്റെ ഒരു പാർട്ടാണ് അതേപോലെ എടുത്തിട്ട് വച്ചിരിക്കുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് പഠിക്കുക. ഇപ്പം നിങ്ങൾ ഡിഗ്രിയിലാണ് നോക്കുന്നുണ്ടെങ്കിൽ ബാക്കി 10th ലെവൽ എക്സാംസിനൊക്കെ നിങ്ങൾക്കിത് ചോദിക്കാം. ഓക്കെ, അടുത്ത ബാക്കി നോക്കുക. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ എളുപ്പം അങ്ങോട്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. എന്താണ്, എല്ലാവർക്കും നടക്കാനുള്ള അവകാശം നേടിയെടുക്കണം. അത് അന്നത്തെ സാഹചര്യത്തിന് അത്രത്തോളം എളുപ്പമല്ലായിരുന്നു. കാര്യം ഒരുപാട് അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ: ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. ഇതാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത്, അബോളിഷ് കാസ്റ്റ് സിസ്റ്റം. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് എവരിയോൺസ് റൈറ്റ്. ഓക്കെ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ഡിസ്ക്രിമിനേഷൻ എബൌട്ട് വുമൺ, സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക. അടുത്തത്, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, എഡ്യൂക്കേറ്റ് ഓൾ. ഇംപ്ലിമെന്റ് വിഡോസ് മാരേജ്, വിധവാ പുനർവിവാഹം നടപ്പാക്കുക. സ്റ്റോപ്പ് ചൈൽഡ് മാരേജ് ആൻഡ് പ്രീസ്ലിഹുഡ് സുപ്രമസി, അല്ലേ? പൗരോഹിത്യ മേധാവിത്വവും ശൈശവിവാഹവും ചൈൽഡ് മാരേജിനെയും അവസാനിപ്പിക്കുക. ഇത് തന്നെയാണ് നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചത്. അപ്പോൾ ഈ പോയിന്റ് SCERT പുസ്തകത്തിലുള്ള പോയിന്റാണ്. ക്ലിയറായി പഠിച്ചു വയ്ക്കുക. നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ മലയാളത്തിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ SCERT ഫാക്റ്റുകൾ സാധാരണഗതിയിൽ നിലവിൽ മുമ്പത്തെ എക്സാമിന് ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സെൻറ്റൻസ് പോലും മാറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്നൊരു പാരമ്പര്യം PSC കുറച്ച് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി മാറ്റും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ പോയിന്റുകൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനം അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പാക്കുക, ശൈശവ വിവാഹവും പൗരോഹിത്യ മേധാവിത്വവും എന്നിവ അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ട് വന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഈ പറയുന്ന ആവശ്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ഈ 2 സ്ലൈഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ ഈ ഒരു സ്ലൈഡ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ക്ലിയർ ആണേ? അടുത്തതിലേക്ക് പോവുകയാണ്. നമ്മുടെ സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് നടന്ന പരീക്ഷകൾ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതിലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരൊറ്റ പോയിന്റ് വിടാതെ പഠിക്കുക. രാജാറാം മോഹൻ റോയ്, ആദ്യം ഇദ്ദേഹം ജനിച്ച വർഷമാണ് പറയുന്നത്. 1772 മെയ് 22-നാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്.
ഓക്കെ, ഇത് ഇയർ രാജാറാം മോഹൻ റോയ് വാസ് ബോൺ. അദ്ദേഹം ജനിച്ച വർഷം 1772 മെയ് 22 അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞാൽ രാധാനഗർ, ബംഗാളിലുള്ള രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. ജനിച്ച ജില്ലയുടെ പേര് ഹൂഗ്ലി ജില്ല. അതും കൂടി പഠിച്ചു വയ്ക്കുക. നമ്മൾ ഈ ജില്ലയും സംസ്ഥാനവും സ്ഥലവും ഒക്കെ ഇങ്ങനെ വിടാതെ പഠിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും ബംഗാളിലെ രാധാനഗറിലെ ഹൂഗ്ലി ജില്ലയ്ക്ക് പകരം വേറെ ഏതോ ഒരു ജില്ല എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ രാധാനഗർ കണ്ടുകൊണ്ട് പോയി ശരിയാണെന്ന് എഴുതും. നിലവിലത്തെ സാഹചര്യം വെച്ചിട്ട് PSC അങ്ങനെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. ബംഗാളിലാണ് ജനിച്ചത്. ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് ജനിച്ചത്. 2 പോയിന്റ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ശരി, ഇത് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ഉമാദേവി. ഈസി ക്വസ്റ്റ്യൻ. ഉമാദേവി എന്നാണ് വൈഫിൻ്റെ പേര്. നമ്മൾ ഒരുപാട് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവരുടെ നേതാക്കളും പഠിക്കും. അപ്പോൾ ഈ ഭാര്യയുടെ പേരൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, അറിഞ്ഞു വെച്ചേക്കുക. കാര്യം ഈ സ്റ്റേറ്റ്മെൻറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളെ കുഴയ്ക്കും. രാജാറാം മോഹൻ്റെ ഭാര്യയുടെ പേര് എന്ത് എന്നൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റിൽ വരാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളും അവരുടെ ഭാര്യമാരുടെ പേരും പഠിക്കും. അതൊന്നും അങ്ങോട്ടും തിരിച്ചു വെക്കരുത്. ആളുകളുടെ ഭാര്യമാരെ ഒന്നും മാറ്റരുത് നിങ്ങൾ. എന്തായാലും ഉമാദേവി എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെ ഭാര്യയുടെ പേരാണ്. അദ്ദേഹം മരിച്ചത് 1883 സെപ്റ്റംബർ 27 മരിച്ച സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇദ്ദേഹം മരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ചിട്ടാണ്, ഇന്ത്യക്ക് വെളിയിലാണ്. സോ ഇദ്ദേഹം മരിച്ച സ്ഥലത്തിന് കുറച്ച് പ്രധാനമുണ്ട്. സാധാരണ മരിച്ച ഡേറ്റ് ഒന്നും അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചോദിക്കില്ല എന്നല്ല, സാധാരണഗതിയിൽ ഇപ്പം ഇന്നാൾ മരിച്ചതെന്ന് ജനിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചോദ്യങ്ങൾ വരാറില്ല. വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ, സാധാരണഗതിയിൽ വരാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പക്ഷേ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇദ്ദേഹം മരിച്ചത് ഇന്ത്യക്ക് വെളിയിലാണ്, ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലാണ്. ആര് മരിച്ചത്? രാജാറാം മോഹൻ റോയ് മരിച്ച വർഷം 1883 സെപ്റ്റംബർ 27. അപ്പോൾ ജനിച്ച വർഷം ഒന്ന് പറഞ്ഞേ. 72 മെയ് 22. ജനിച്ച സ്ഥലം എവിടെയാണേ പറഞ്ഞേ? രാധാനഗർ, ബംഗാൾ, ഹൂഗ്ലി ജില്ല. ഉമാദേവി ഇദ്ദേഹത്തിൻ്റെ ആരാണ്? ഭാര്യയാണല്ലേ. മരിച്ച വർഷം ഒന്ന് പറഞ്ഞേ. പറയണേ, ഒരു ഉപേക്ഷം വിചാരിക്കരുതേ, പറഞ്ഞു പഠിക്കണേ. 83 സെപ്റ്റംബർ 27. എവിടെ വെച്ചിട്ടാണ് മരിച്ചത്? ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ. ക്ലിയർ ആണ്? ഈ പോയിന്റുകൾ ക്ലിയർ ആണ്? 3-4 പോയിന്റുകളെ പറഞ്ഞോളൂ. ഇതാ അടുത്തത് ശ്രദ്ധിക്കുക. ദ മുഗൾ റൂളർ ഹു ഗേവ് ദ ടൈറ്റിൽ രാജ ടു രാജാറാം മോഹൻ റോയ്. ഈ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത മുഗൾ ചക്രവർത്തി അക്ബർ ഷാ സെഗ്മെന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത മുഗൾ ചക്രവർത്തി ആരെന്ന് ചോദിച്ചാൽ അത് അക്ബർ ഷാ സെക്കൻഡാണ്. കൊന്നുകളഞ്ഞാലും മറക്കരുത്. അക്ബർ ഷാ സെക്കൻഡ് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പേര് കൊടുത്ത വ്യക്തി. ഇത് അടുത്ത് നോക്കുക. രവീന്ദ്രനാഥ് ടാഗോർ കാൾഡ് രാജാറാം മോഹൻ റോയ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ്. എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും ഒക്കെ അതിലൊന്നൊന്ന് വായിച്ചിട്ടുണ്ടാവും. അവരിത് കണ്ടു കാണും. ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹത്തിനെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് എന്ന് വിളിച്ചത് ഇദ്ദേഹമാണ്, രവീന്ദ്രനാഥ് ടാഗോറാണ്. രണ്ടും പഠിക്കണം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ റിനേസൻസ് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് ഈ വിശേഷണം കൊടുത്ത വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലേക്ക് പോകുന്നു. ലീഡർ ഓഫ് ദ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്. ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്, സാമൂഹിക മത നവോത്ഥാന നവീകരണ പ്രസ്ഥാനങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ ലീഡർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ് രാജാറാം മോഹൻ റോയ് ആണ്. ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, പിതാവല്ല സ്ഥാപകൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആര് എന്ന് വേറൊരു ചോദ്യമുണ്ട്, അത് നമുക്ക് എപ്പോഴെങ്കിലും പറയാം. ഇവിടെ പറയുന്നത് ഫൗണ്ടർ. കാര്യം നിങ്ങൾ ഈ ഫൗണ്ടർ എന്ന് പഠിച്ചു വയ്ക്കും. പെട്ടെന്ന് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പോയി രാജാറാം മോഹൻ റോയ് എഴുതും. അല്ല, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ ഫൗണ്ടർ, സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. അങ്ങനെ അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുസ്തകത്തിൽ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നമുക്കത് പറയാം. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം
കൾച്ചറിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് മോർണിംഗ് സ്റ്റാർ ഓഫ് സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളുടെ മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന രണ്ട് വിശേഷണങ്ങൾ: ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം ഹൈബ്രിഡ് കൾച്ചർ, ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു. അതുപോലെ പ്രഭാത നക്ഷത്രം. എന്തിൻ്റെ പ്രഭാത നക്ഷത്രം? സോഷ്യൽ റിഫോംസ് മൂവ്മെൻറ്റ്, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നീ വിശേഷങ്ങളുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ക്ലിയർ ആണേ? പോയിന്റുകൾ ക്ലിയർ ആണേ? ഇത് അടുത്ത് നോക്കുക. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു ഇംഗ്ലണ്ട് ബൈ സീ. കടലിലൂടെ ഇംഗ്ലണ്ടിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത പോയിന്റ് നോക്കുക. ദ റിനൈൻസസ് ലീഡർ believed that the caste system is the source of disunity among Indians. ഇന്ത്യക്കാർക്കിടയിലുള്ള ഡിസ്യൂണിറ്റിയുടെ കാരണം കാസ്റ്റ് സിസ്റ്റമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ലീഡറാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ, എളുപ്പമാണ്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ദ സോഴ്സ് ഓഫ് ഡിസ്യൂണിറ്റി അമോങ് ഇന്ത്യൻസ്. ഇന്ത്യക്കാർക്കിടയിലുള്ള ഐക്യമില്ലായ്മയുടെ കാരണം ഈ ജാതി വ്യവസ്ഥയാണ് എന്ന് വിശ്വസിച്ചിരുന്ന നവോത്ഥാന നായകനാണ് ആര്? രാജാറാം മോഹൻ റോയ്. പോയിന്റുകൾ ക്ലിയർ ആണേ? നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം ഞാനിത് എത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഇത് തിരിയും. കാര്യം ഈ പോയിന്റുകളൊക്കെ ഒരേ കണക്കാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന കുറേ ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ, ഇദ്ദേഹം അതിൻ്റെ പിതാവ്, ഇതിൻ്റെ സ്ഥാപകൻ, അങ്ങനെയാണ് പഠിക്കുന്നത്. നല്ല ശ്രദ്ധിച്ചിരിക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ തിരിഞ്ഞു പോകും. നമുക്ക് അടുത്തതിലേക്ക് നോക്കുക. ദ ഓർഗനൈസേഷൻ വാസ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് ഇൻ 1850. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന, കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തിരിക്കുക, ആ സംഘടനയുടെ പേരാണ് ആത്മീയ സഭ. എന്താണ് ആത്മീയ സഭ എന്ന് ചോദിച്ചാൽ, ആത്മീയ സഭ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1815 രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. നോൺ ആസ് ദ പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആത്മീയ സഭ തന്നെയാണ്. ആത്മീയ സഭയാണെന്ന് അറിയപ്പെടുന്നത് നോൺ ആസ് ദ പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം നമ്മൾ പഠിക്കും. ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ട് വരുന്നൊരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് ആത്മീയ സഭ. മറക്കരുത്. 1815 ആത്മീയ സഭ ഫോം ചെയ്യുന്നത്. ഫോം ചെയ്ത വ്യക്തിയുടെ പേര് പറഞ്ഞേ? രാജാറാം മോഹൻ റോയ്. എന്തെന്നറിയപ്പെടും? നിങ്ങൾ പറഞ്ഞേ, കുറച്ച് പറഞ്ഞേ, പറയടേ. പ്രൊസീഡർ ഓഫ് ബ്രഹ്മസമാജം, ബ്രഹ്മസമാജത്തിൻ്റെ പിൻഗാമി എന്നറിയപ്പെടും. ക്ലിയർ അല്ലേ? ഇതാ ബാക്കി നോക്കുക. വേദാന്ത കോളേജ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ കൽക്കത്ത ഇൻ 1855. 1825 വേദാന്ത കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് തുടങ്ങിയ ചില പ്രസ്ഥാനങ്ങളും ചില സ്ഥാപനങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. 1825 വേദാന്ത കോളേജ്. ഇത് ചിലപ്പോൾ ഡേറ്റ് തന്നിട്ട് കറക്റ്റ് മാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞ് ചോദിക്കാൻ, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ. അപ്പോൾ ആദ്യം പഠിച്ചത് 1815 ആത്മീയ സഭ. ഇപ്പോൾ വേദാന്ത കോളേജ് 1825 കൽക്കത്ത. അടുത്തത് സോഷ്യൽ റിഫോമർ ഹു persuaded Lord William Bentinck to pass the law against practice of sati. ലോ എഗനിസ്റ്റ് പ്രാക്ടീസ് സതി എന്ന് പറയുന്ന ദുരാചാരം ഉണ്ടായിരുന്നു. നമുക്കറിയാം എന്താണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ അതേ ചിതയിൽ ചാടി മരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആചാരമല്ല, ദുരാചാരമായിരുന്നു സതി. അപ്പോൾ ഇത് നിർത്തലാക്കിയത് ലോർഡ് വില്യം ബെന്റിക് പ്രഭുവാണ്. സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവിടുന്നത്. ക്ലിയർ? സതി നിർത്തലാക്കാൻ വേണ്ടി ഉത്തരവിട്ട വ്യക്തി അല്ലെങ്കിൽ നിർത്തലാക്കിയ വ്യക്തി ചോദിച്ചാൽ അത് ലോർഡ് വില്യം ബെന്റിക് പ്രഭുവാണ്. അതാ ഇദ്ദേഹമാണ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഉത്തരം ഇറക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്, ദ സോഷ്യൽ റിഫോമർ ഹു persuaded Lord William Bentinck to pass a law against the practice of സതി. സതി നിർത്തലാക്കാൻ വേണ്ടി വില്യം ബെന്റിക് പ്രഭുവിനെ പ്രോത്സാഹിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ക്ലിയർ ആണ്? എന്നാടെ സതി നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1829 ഡിസംബർ 4 സതി എന്ന് പറയുന്ന ദുരാചാരം നിർത്തലാക്കുന്നത്. 1829 ഡിസംബർ 4. ആരാണ് സതി നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ പറയുക ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ്. ഇതിന് കാരണക്കാരനായ സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് ആണ്. ക്ലിയർ അല്ലേ? പോയിന്റുകൾ ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ പെട്ടെന്ന്.
സെറ്റാണേ. ഇതാ അടുത്തതിലേക്ക് പോകുന്നു. ദ സോഷ്യൽ റിഫോമർ ഹു അഡ്വക്കേറ്റഡ് ഫോർ ദ, ശ്രദ്ധിച്ചോണേ, റൈറ്റ് ഓഫ് വുമൻസ് ടു ഓൺ പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു എലിവേറ്റ് ദെയർ സ്റ്റാറ്റസ്. സ്ത്രീകളുടെ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് സ്വത്തിന് മേൽ സ്ത്രീകൾക്ക് അവകാശം വേണം എന്ന് വാദിച്ച നവോത്ഥാന നായകനും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. പോയിന്റുകൾ മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സോഷ്യൽ റിഫോമർ ഹു അഡ്വക്കേറ്റഡ് ദ റൈറ്റ് ഓഫ് വുമൺ ടു ഓൺ പ്രോപ്പർട്ടി ഇൻ ഓർഡർ ടു എലിവേറ്റ് ദെയർ സ്റ്റാറ്റസ്. സമൂഹത്തിൽ സ്ത്രീകൾ വളരെയധികം ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്താണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സ്ത്രീകൾക്ക് സമൂഹത്തിലൊരു വില ഉണ്ടാകണമെങ്കിൽ സ്വത്തിന് മേൽ അവർക്ക് എന്ത് വേണം? അവകാശം കൊടുക്കണം. സ്വത്തുള്ളവരെയാണ് എല്ലാ കാലത്തും ആളുകൾ ബഹുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നത്, വില കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കേണ്ട സ്വത്താണ് ഈ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാംസ്. ലിസ്റ്റിൽ ആദ്യം വരിക, ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാം പാസ്സായി ജോലിയിൽ കയറിയാൽ നിങ്ങൾക്കും കിട്ടും എന്ത്? നല്ലൊരു സ്റ്റാറ്റസ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കുക. രാജാറാം മോഹൻ റോയ് എന്ത് പറഞ്ഞു? സ്ത്രീകൾക്ക് സ്വത്തിന് മേലെ അവകാശം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സമൂഹത്ത് അവർക്കുള്ള വില ഉയർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കുക. രാജാറാം മോഹൻ റോയ് വാസ് ദ ഫസ്റ്റ് ടു പോയിന്റ് ഔട്ട് ദ നീഡ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ വേണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 2 പോയിന്റ് ക്ലിയർ അല്ലേടാ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യക്ക് ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്ന് പറഞ്ഞ വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് പോയിന്റ് ഇട്ട വ്യക്തി ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. നോക്കിക്കോളുക. അടുത്ത നല്ലൊരു പോയിന്റാണ് വജ്രസൂചി. വജ്രസൂചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ പ്ലേ ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം ട്രാൻസ്ലേറ്റ് ഇൻ ടു ബംഗാളി ബൈ രാജാറാം മോഹൻ റോയ്. വജ്രസൂചി എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്ത ഒരു ഡ്രാമയാണ്. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? നാടകം എന്നാണ് അർത്ഥം. നാടകം, ഡ്രാമ, അല്ലെങ്കിൽ അതിനെയാണ് പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടകമാണ്. ഈ നാടകത്തെ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ബംഗാളി ബൈ രാജാറാം മോഹൻ. രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നു? ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അപ്പോൾ രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത നാടകത്തിൻ്റെ പേരാണ് വജ്രസൂചിക. ആ നാടകത്തിൽ എന്തിനെയാണ് എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ കാസ്റ്റ് സിസ്റ്റത്തെയാണ്. പറന്നു പോകരുത് വജ്രസൂചി. വജ്രസൂചി ഈസ് എ ഡ്രാമ അല്ലെങ്കിൽ പ്ലേ. അത് ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അടുത്ത് നോക്കുക. ദ സോഷ്യൽ റിഫോമർ ഹു പബ്ലിഷ്ഡ് ദ ട്രാൻസ്ലേഷൻ ഓഫ് വേദാസ് ആൻഡ് 5 ഇമ്പോർട്ടൻറ്റ് ഉപനിഷസ് ഇൻ ബംഗാളി. വേദങ്ങളെയും 5 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെയും, വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വേദങ്ങളെയും ഉപനിഷത്തുകളെയും ഒക്കെ ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ട്രാൻസ്ലേഷൻ ഓഫ് വേദാസ് ആൻഡ് 5 ഇമ്പോർട്ടൻറ്റ് ഉപനിഷത്ത് ഇൻ ബംഗാളി. 5 പ്രധാനപ്പെട്ട ഉപനിഷത്തുകളെയും വേദങ്ങളെയും ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആര് തന്നെ? രാജാറാം മോഹൻ റോയ് തന്നെ. ബയോഗ്രഫർ ഓഫ് രാജാറാം മോഹൻ റോയ് മേരി കാർപ്പൻ്റർ. ഈ രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ. ബയോഗ്രഫർ ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, അടുത്ത നോക്കുക. ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ഇൻ ടു ബംഗാളി. ഭഗവത്ഗീത ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീത ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. മേജർ കോളേജ് സ്റ്റാർട്ട് ബൈ രാജാറാം മോഹൻ റോയ്. ഇദ്ദേഹം തുടങ്ങിയ 2 കോളേജുകളാണെന്ന് നമ്മൾ പഠിച്ചു. മറ്റേത് ഹിന്ദു കോളേജും പിന്നെ വേദാന്ത കോളേജും. വേദാന്ത കോളേജ് നമ്മൾ പഠിച്ചു, ഹിന്ദു കോളേജ്. അപ്പോൾ ഹിന്ദു കോളേജും വേദാന്ത കോളേജും ആരംഭിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വജ്രസൂചി എന്ന് പറയുന്ന ഒരു ഡ്രാമ കാസ്റ്റിസത്തെ എതിർക്കുന്ന ഒരു ഡ്രാമയാണ്. ആ ഡ്രാമയെ ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. ഇദ്ദേഹമാണ് വേദങ്ങളെയും 5 ഉപനിഷത്തുകളെയും ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ഇദ്ദേഹം ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇദ്ദേഹം ആരംഭിച്ച കോളേജുകളാണ് ഏതൊക്കെ? ഹിന്ദു കോളേജും വേദാന്ത കോളേജും. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് മേരി കാർപ്പൻ്റർ. ഓക്കെയാണേ? പോയിന്റുകളൊക്കെ ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ ആണോ? നോക്കുക, അടുത്ത സ്ലൈഡിലേക്ക് പോവാണ്. രാജാറാം മോഹൻ റോയ് സ്റ്റാർട്ടഡ് എ ന്യൂസ് പേപ്പർ ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്ന
പത്രം ആരംഭിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ഏത് ഭാഷയിലാണ് ഇത് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേർഷ്യൻ ഭാഷയിലാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. 1822 ഇത് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് 1822. അങ്ങനെയാണെങ്കിൽ പീരിയോഡിക് പബ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ഇൻ ബംഗാളി ബൈ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ സ്റ്റാർട്ട് ചെയ്ത പീരിയോഡിക് പബ്ലിക്കേഷനാണ് ബംഗദൂത്. പേരിൽ തന്നെ ഉണ്ട് കേട്ടോ, ബംഗാളി ഭാഷ ബംഗദൂത്. സ്റ്റാർട്ട് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. വർഷം 1829. രണ്ടെണ്ണം ക്ലിയർ ആയേ. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രത്തിന്റെ പേരെന്ന് പറഞ്ഞേ മിറാത്ത് ഉൾ അക്ബർ. ഓക്കെ, അടുത്തത് അദ്ദേഹം ആരംഭിച്ച ബംഗാളി ഭാഷ ആരംഭിച്ച പബ്ലിക്കേഷൻ ഏതാ? ബംഗാളി ഭാഷയിൽ ബംഗദൂത്. വർഷം എന്നാണ് 1829. രണ്ടെണ്ണം ക്ലിയർ അല്ലേ? ഇത് അടുത്ത് നോക്കുക. സോഷ്യൽ റിഫോമർ നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ. ഇതും ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സിമ്പിൾ പോയിന്റ് ആണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അർണോസ് വാലേ സെമിത്തേരിയം ബ്രിസ്റ്റോളിലാണ് ദ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ബ്രിസ്റ്റോളിലെ അർണോസ് വാലേ സെമിത്തേരിയം. അർണോസ് വാലേ ശ്മശാനത്തിലാണ് രാജാറാം മോഹൻ റോയി അടക്കം ചെയ്തത്. എവിടെയാണ്? ബ്രിസ്റ്റോളിലാണ്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. അദ്ദേഹം മരിച്ചത് ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടാണ്. അടക്കിയിരിക്കുന്ന സെമിത്തേരിയത്തിൻ്റെ പേര് ചോദിച്ചാൽ പറയുക അർണോസ് വാലേ സെമിത്തേരിയം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അടുത്ത് നോക്കുക. ധർമ്മസഭ വാസ് എ ഫിലോസഫിക്കൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ബൈ രാധാകാന്ത് ദേവ്. രാധാകാന്ത് ദേവ് എന്ന് പറയുന്ന വ്യക്തി ആരംഭിച്ച ഒരു ഫിലോസഫിക്കൽ ഓർഗനൈസേഷനാണ് ധർമ്മസഭ. ഓക്കെ, എന്തിനാണെന്ന് ചോദിച്ചാൽ ഇൻ ഒപ്പോസിഷൻ ടു ദ ഐഡിയാസ് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങളെ എതിർക്കാൻ വേണ്ടി ധർമ്മസഭ എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ച വ്യക്തിയാണ് രാധാകാന്ത് ദേവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലൊരു പോയിന്റ് ആണ്, ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. രാധാകാന്ത് ദേവാണ് എന്ത് ആരംഭിച്ചത്? ധർമ്മസഭ എന്ത് ചെയ്തു? രാജാറാം മോഹൻ റോയിയുടെ ഐഡിയകളെയൊക്കെ ഒപ്പോസ് ചെയ്തു. ഓക്കെ, അടുത്തത് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് വിളിക്കുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തിമാര് തന്നെയാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് പഠിക്കാൻ പോകുന്നത്. ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് രാജ് നാരായൺ ബോസ് ആണ്. കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണേ, അതായത് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം നമ്മൾ പഠിച്ചു രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ പ്രവാചകൻ, പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന് പറഞ്ഞാൽ അതുമാര് തന്നെ രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി അത് രാജ് നാരായൺ ബോസ് ആണ്. ഗ്രാൻഡ് ഫാദർ പിതാമഹൻ എന്നാണ് അർത്ഥം കേട്ടോ. ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. ഓക്കെ, ആ മൂന്നെണ്ണം ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ രാജാറാം മോഹൻ റോയ് അല്ലാതെ രാജ് നാരായൺ ബോസ് എന്നൊരാളെ പറ്റി പഠിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണ്? ഗ്രാൻഡ് ഫാദർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ നാഷണലിസത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ. എങ്കിൽ ആരായിരുന്നു? രാധാകാന്ത് ദേവ്. ധർമ്മസഭ ആരംഭിച്ച വ്യക്തി. ധർമ്മസഭ എന്ന് പറഞ്ഞാൽ രാജാറാം മോഹൻ റോയിയുടെ ഐഡിയകളെ എതിർക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ധർമ്മസഭ. ക്ലിയർ അല്ലേ പോയിന്റുകൾ? കുറച്ചൊന്ന് തിരിഞ്ഞു പോകാനും ബുദ്ധിമുട്ട് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോൾ രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്ന ചില വിശേഷണങ്ങളാണ്. രാജാറാം മോഹൻ റോയ് വെൽ നോൺ ആസ്, കുറച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്, കുറച്ചുകൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാര്യം ഇതിനകത്തെല്ലാം നമുക്ക് ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കും. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കോണേ. അദ്ദേഹം അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ്. ഇത് നോക്കി, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടും. ഓക്കെ, ഈസി ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ ഒന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ബംഗാൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ഞാൻ കുറച്ചൊന്ന് സ്പീഡിന് പറഞ്ഞു പോവുകയാണ്, കാര്യം നമ്മൾ ഇത് ഒക്കെ റിപ്പീറ്റഡ് പോയിന്റാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യത്തത് നമ്മൾ പഠിച്ചു, രണ്ടാമത്തത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെയും ബംഗാൾ നവോത്ഥാനത്തിൻ്റെയും പിതാവ് രാജാറാം മോഹൻ റോയ്. അടുത്ത പോയിന്റ്, ദ ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ ഒന്ന് മനസ്സിൽ വേണേ. നമ്മുടെ SCRTയുടെ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഞാനൊന്നും കൂടി പറയാം. ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്?
രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ദ ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ഇത്രയും വിശേഷണങ്ങൾ രാജാറാം മോഹൻ റോയ്ക്കാണ്. ഇതിന് പുറമെ അടുത്തത് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം, നമ്മൾ പഠിച്ചതാണേ, ഇത് നമ്മൾ പഠിച്ച പോയിന്റാണ്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ഫൗണ്ടർ, നോട്ട് ഫാദർ, ഫൗണ്ടർ. ഓക്കെ, അടുത്തത് ദ ഫസ്റ്റ് റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ, മോഡേൺ ഇന്ത്യയുടെ ആദ്യത്തെ റിനൈസൻസ് ഹീറോ, നവോത്ഥാന നായകൻ, റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ നവോത്ഥാന നായകൻ, ആധുനിക ഇന്ത്യയുടെ ക്രിയേറ്റർ അദ്ദേഹമാണ്, ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹമാണ്, ആധുനിക ഇന്ത്യയുടെ ആദ്യത്തെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് തന്നെയാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിസിറ്റ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ, അത് നമ്മൾ പഠിച്ച പോയിന്റ്. അടുത്ത നോക്കിക്കേ, ദ റിനൈസൻസ് ഹീറോ ഹു സർവ്ഡ് ആസ് എ ക്ലർക്ക് അണ്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഒരു ക്ലർക്കായിട്ട് സേവനമനുഷ്ഠിച്ച റിനൈസൻസ് ലീഡറാണ് രാജാറാം മോഹൻ റോയ്. ദ മോർണിംഗ് സ്റ്റാർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോംസ്, പഠിച്ച പോയിന്റാ, ഇത് നമ്മൾ പഠിച്ചില്ലായിരുന്നു കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജാറാം മോഹൻ റോയ്. ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം, ആധുനിക ജേർണലിസത്തിൻ്റെ നായകൻ. ഓക്കെ, ആധുനിക ജേർണലിസത്തിൻ്റെ നായകനാണെന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തിയുമാര് തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ്, ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം. അടുത്തത് പ്രൊഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, പഠിച്ച പോയിന്റാണ്, നോൺ ആസ് ന്യൂ ഏജ് ഹീറോ, നവയുഗ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ആര് തന്നെയാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്, നോൺ ആസ് ന്യൂ ഏജ് ഹീറോ. അടുത്തത് ലീഡർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ് മൂവ്മെന്റ്, പഠിച്ച പോയിന്റാണ്, ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ്, സാമൂഹികവും മതപരവുമായ റിഫോം മൂവ്മെന്റുകളുടെ ലീഡറായിരുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് തന്നെയാണ്. അടുത്തത് ദ ലീഡർ നോൺ ആസ് ദ ചൈൽഡ് ഓഫ് ഹിന്ദു മുസ്ലിം മിക്സഡ് കൾച്ചർ, ഇതും പഠിച്ച പോയിന്റാണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനും രാജാറാം മോഹൻ റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ അദ്ദേഹം അറിയപ്പെടുന്നു. ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് നമുക്കതൊന്ന് നോക്കാം. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, രണ്ടും പഠിച്ചു വയ്ക്കുക. മോഡേൺ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ക്രിയേറ്റർ ഓഫ് മോഡേൺ ഇന്ത്യ, ഫസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് മോഡേൺ മാൻ, ആധുനിക മനുഷ്യൻ. അതുപോലെ വേണമെന്ന് നമ്മൾ പറഞ്ഞു ദ ഫസ്റ്റ് റിനൈസൻസ് ഹീറോ ഓഫ് മോഡേൺ ഇന്ത്യ. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്. ഒന്ന് ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ജേർണലിസം, പിന്നെ നമ്മൾ ഇപ്പുറത്ത് പഠിച്ച എന്താണ്, ഹീറോ ഓഫ് മോഡേൺ ജേർണലിസം. ഇംഗ്ലണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ക്ലർക്കായിരുന്നു. അതുപോലെ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലോട്ട് പോയ ഇന്ത്യക്കാരനുമാർ തന്നെയാണ് രാജാറാം മോഹൻ റോയ് ആണ്. പ്രൊഫൻഡ് ഓഫ് ഇന്ത്യൻ നാഷണലിസം, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. നോൺ ആസ് ന്യൂ ഏജ് ഹീറോ, നവയുഗ നായകൻ എന്നറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റുകളുടെ ലീഡറായിട്ട് അറിയപ്പെടുന്ന വ്യക്തി. ഹിന്ദു മുസ്ലിം മിക്സഡ് കൾച്ചറിന്റെ സന്താനം എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇത്രയും പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു മേജർ വർക്ക് ഓഫ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാനപ്പെട്ട രചനകളാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട പത്രങ്ങൾ, പുസ്തകങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഒന്ന് നമ്മൾ പഠിച്ച തുഖ്ഫത്തുൽ ഉൽ മുജാഹിദീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഇത് ഒരുപാട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് രാജാറാം മോഹൻ റോയ് ആണ്. അത് പേർഷ്യൻ ഭാഷയാണ്. ഈ തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ അത് പേർഷ്യൻ ഭാഷയാണ്. അതിൻ്റെ അർത്ഥം എ ഗിഫ്റ്റ് ടു മോണോതെസിസ്റ്റ്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം, അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം എന്ന ബുക്ക് എഴുതിയതാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രാജാറാം മോഹൻ റോയ് ആണ്. ഗിഫ്റ്റ് ടു മോണോതെസിസം എന്ന് ചോദിച്ച രാജാറാം മോഹൻ റോയ് ആണ്. ബുക്കിൻ്റെ യഥാർത്ഥ പേര് തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ. മനസ്സിലായോ? ബുക്കിന്റെ പേര് തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ. അത് പേർഷ്യൻ ലാംഗ്വേജ് ആണ്. അതിന്റെ അർത്ഥം ഗിഫ്റ്റ് ടു മോണോതെസിസ് എന്നാണ്. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം. രാജാറാം മോഹൻ റോയുടെ പുസ്തകമാണ്. അടുത്തത് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസിന്റെ കൽപ്പനകൾ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസിന്റെ കൽപ്പനകൾ രാജാറാം റോഹിയുടെ പുസ്തകമാണ്. വേദാന്ത ഗ്രന്ഥം രാജാറാം മോഹന്റെ പുസ്തകമാണ്. വേദാന്ത ഗ്രന്ഥം എന്ന് പറയുന്നത്
അപ്പോൾ ഈ മൂന്നെണ്ണവും രാജാറാം മോഹൻറോയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. തുഖ്ഫത്തുൽ മുജാഹിദീൻ, പ്രിസൻസ് ഓഫ് ജീസസ്, വേദാന്ത ഗ്രന്ഥം. ഇത് മൂന്നും രാജാറാം മോഹൻറോയുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. ഇതിൽ ഈ ജീസസിന്റെ കൽപ്പനകളും തുഖ്ഫത്തുൽ മുജാഹിദീനും ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. അടുത്ത് നോക്കുക. രാജാറാം മോഹൻ റോയ് റോട്ട് സെവറൽ ബുക്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഫോർ എൻലൈറ്റിംഗ് ദ പീപ്പിൾസ് ടു കൺവേ. രാജാറാം മോഹൻ റോയ് ഒരുപാട് ബുക്കുകളും അതുപോലെ ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻലൈറ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾസിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ, ഒരു ബോധോദയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിലൂടെ ശ്രമിച്ച കാര്യങ്ങൾ, അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങളെന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, സാമൂഹികവും മതപരമായിട്ടുള്ള റിഫോംസിൻ്റെ ആവശ്യം, പരിവർത്തനത്തിൻ്റെ ആവശ്യം. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ ഔട്ട്പുട്ട്, ദേശീയ വീക്ഷണത്തിൻ്റെ വികസനം അല്ലെങ്കിൽ ദേശീയ കാഴ്ചപ്പാടിൻ്റെ വികസനം. അടുത്തത് ക്രിയേറ്റ് ഗ്രീവൻസസ് ഓഫ് പീപ്പിൾസ് ടു ലുക്ക്ഡ് ഇൻടു ബൈ ഗവൺമെൻറ് പരിഹരിക്കേണ്ട ജനങ്ങളുടെ പരാതികളെ പറ്റി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ജനങ്ങളെ കൺവേ ചെയ്യാൻ രാജാറാം മോഹൻ റോയിയുടെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു. അല്ലെങ്കിൽ അതാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സിമ്പിൾ പോയിന്റുകളാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. ഹൂ ഡിസ്ക്രൈബ് രാജാറാം മോഹൻ റോയ്? രാജാറാം മോഹൻ റോയെ ചില ആളുകൾ ചില പേരുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. പഠിച്ച പോയിന്റാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ ദേശീയതയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ. അപ്പോൾ അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ, മത നവീകരണത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്നത്, മതനവീകരണത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിന് അപ്പോൾ അവിടെ 3 ക്വസ്റ്റ്യൻ കിട്ടും. ഒന്ന്, ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം എഴുതിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് അങ്ങനെ വിശേഷിപ്പിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിന്. അത് ക്ലിയർ ആണേ. അടുത്ത് നോക്കുക. ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻ ആൻഡ് കമ്പാരിസൺ. ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻസ് ഇൻ കമ്പാരിസൺ. മതങ്ങളെ ആദ്യമായി താരതമ്യം ചെയ്ത് പഠിച്ച റിസർച്ചർ, പണ്ഡിതൻ അല്ലെങ്കിൽ അന്വേഷകൻ എന്നൊക്കെ രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് മോണിയർ വില്യംസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മോണിയർ വില്യംസ്. അപ്പോൾ മോണിയർ വില്യംസ് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ദ ഫസ്റ്റ് റിസർച്ചർ ടു സ്റ്റഡി റിലീജിയൻ ഇൻ കമ്പാരിസൺ. മതങ്ങളെ ആദ്യമായി താരതമ്യം ചെയ്ത് പഠിച്ച റിസർച്ചർ എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് മോണിയർ വില്യംസ് ആണ്. അടുത്ത് നോക്കുക. It was said that രാജാറാം മോഹൻ റോയ് inaugurated modern era of India. ആധുനിക ഇന്ത്യയുടെ കാലഘട്ടം ഇനാഗുറേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതും രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ഓക്കെയാണേ. അപ്പോൾ നോക്കുക. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ആധുനിക ഇന്ത്യയുടെ പുതിയ കാലഘട്ടം ഇനാഗുറേറ്റ് ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ് എന്ന് പറഞ്ഞതും ടാഗോർ ആണ്. ഈ മോണിയർ വില്യംസ് എന്നാ പറഞ്ഞത് ദ ഫസ്റ്റ് റിസർച്ചേഴ്സ് ടു സ്റ്റഡി റിലീജിയൻസ് ഇൻ കമ്പാരിസൺ എന്ന് പറഞ്ഞത് മോണിയർ വില്യംസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് എന്നു പറഞ്ഞു അപ്പോസ്തല ഓഫ് റിഫോർമേഷൻ, റിഫോർമേഷന്റെ അപ്പോസ്തലൻ എന്ന് വിളിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ക്ലിയർ ആണ്. അടുത്തത് രാജാറാം മോഹൻ റോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCERT പുസ്തകത്തിൽ തന്നിരിക്കുന്ന കുറച്ച് ഫാക്റ്റുകളാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇതിനകത്ത് കയറി വരും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ ആൾ രാജാറാം മോഹൻ റോയാണ്. അപ്പോൾ നോക്കിക്കേ, ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യ ആൾ രാജാറാം മോഹൻ റോയ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് നോക്കുക. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാരത്തെയും ശക്തമായി എതിർത്ത അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അപ്പോൾ ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാരത്തെയും ഇദ്ദേഹം എന്ത് ചെയ്തു? ശക്തമായി എതിർത്ത് അദ്ദേഹം ബംഗാളിൽ സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ഓക്കെ, ബ്രഹ്മസമാജം. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്.
ബ്രഹ്മസമാജത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് എന്തിനു വേണ്ടി? ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ഓക്കെ, വിവിധ ജാതികളായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതാണ് അദ്ദേഹം. ഇപ്പം നോക്കിക്കേ, ഒരൊറ്റ ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ നോക്കിക്കേ, പുതിയൊരു ഇന്ത്യ വേണം അല്ലേ? അപ്പോൾ നോക്കി, അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളർത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. ഓക്കെ, അങ്ങനെ രാഷ്ട്രത്തിന്റെ സാമൂഹിക പരിഷ്കരണ ലക്ഷ്യം, അതായത് ശരിക്കും നോക്കിക്കേ, ഇന്ത്യയിൽ ഒരുപാട് ജാതികളും അതുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാറിയിട്ട് ഒരു ഒറ്റ ഇന്ത്യ വേണം, പുതിയ ഇന്ത്യ വേണം എന്നാണ് രാജാറാം മോഹൻ റോയ് വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെന്നറിയപ്പെടുന്നത്? ആധുനിക ഇന്ത്യയുടെ പിതാവെന്നും നവയുഗ നായകനെന്നും പുതിയ ആധുനിക ഇന്ത്യ ഇനാഗുറേറ്റ് ചെയ്ത വ്യക്തി എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? മനസ്സിലാവുമല്ലോ? നോക്കിക്കേ, അടുത്തത് സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ പഠിച്ച പോയിന്റ് അവിടെ, സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായിട്ട് സ്വത്തിന് മേൽ അവർക്ക് അവകാശം നൽകണമെന്ന് ആവശ്യപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. നമ്മൾ പഠിച്ച പോയിന്റാണ്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചു. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ ഈ പ്രവർത്തനത്തെ തുടർന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഒരുപാട് ആളുകൾ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് വാദിച്ചു. അതിന് ഉദാഹരണങ്ങളാണതാ. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപ്പോൾ രാജാറാം മോഹൻറെ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ബംഗാളിലെ പ്രവർത്തനം ആരംഭിച്ച, വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയുടെ പേരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. എവിടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ബംഗാളിൽ. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ട് 1856 ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി. അപ്പോൾ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കി. അതായത് വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം? പുനർവിവാഹം കഴിക്കാനുള്ള നിയമം പാസ്സാക്കി. ഇതിന് കാരണമായത് ആരുടെ പ്രവർത്തനങ്ങളാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഈ പറയുന്ന ബംഗാളിൽ വിധവകൾക്ക് വേണ്ടി വാദിച്ചതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്ക് മാറ്റമുണ്ടായി, ഇന്ത്യ ഒരു പുതിയ ഇന്ത്യയായിട്ട് മാറുക എന്നുള്ളതായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സാധനം നന്നായിട്ട് വൃത്തിയായിട്ട് ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. പോയിന്റുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. പക്ഷേ SCERTയിലുള്ള ആ സെന്റൻസ് അതേപോലെ കോപ്പി റൈറ്റ് ചെയ്ത് PSC ചോദിക്കും. ഓക്കെ, ബാക്കി നോക്കുക അതിൻ്റെ. അപ്പോൾ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. വനിതകളുടെ ഉന്നമനത്തിനായി ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സഭ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സംഘടന ശാരദാ സദൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട്. അപ്പോൾ വിധവകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനായിട്ട് പണ്ഡിത രമാഭായി ആരംഭിച്ച സംഘടനയാണ് ശാരദാ സദൻ. അപ്പോൾ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിത രമാഭായി ആണ്. ഈ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൽ നേതൃത്വം നൽകിയ വ്യക്തികളുടെയും പട്ടിക താഴെ തന്നിട്ടുണ്ട്. ആ പട്ടിക നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ എല്ലാ ആളുകളെയും പഠിച്ചിട്ട് എല്ലാ സാമൂഹിക പ്രസ്ഥാനങ്ങളും അവർക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ പട്ടികയുമാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയെ കുറിച്ച് NCERT പുസ്തകത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ശരിക്കും രാജാറാം മോഹൻ്റെ പ്രവർത്തനങ്ങളാണ് ഒരു പുതിയ ഇന്ത്യ ഉണ്ടായി വരാനായിട്ട് കാരണമായത്, അല്ലെങ്കിൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ നവയുഗ നായകൻ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവ് തുടങ്ങിയ വിശേഷണങ്ങളൊക്കെ വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? പണ്ഡിത രമാഭായി ആണ്
ശാരദാ സദൻ ആരംഭിച്ചത് എവിടെയാണ്? ബോംബെയിലെ. എന്തിനു വേണ്ടിയിട്ട്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പ്രവർത്തന ഫലമായിട്ട് 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സായി. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കുക, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റാണ്. നമ്മൾ പഠിച്ച പോയിന്റാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് റിനൈസൻസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യയിലെ റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അത് MG റാനഡെയാണ്. മറന്നു പോകരുത്. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്, വെസ്റ്റേൺ ഇന്ത്യയുടെ റിനൈസൻസിന്റെ പിതാവ് MG റാനഡെ. എങ്കിൽ ദ ബർത്ത് പ്ലേസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ബർത്ത് പ്ലേസ് വെസ്റ്റ് ബംഗാൾ. ദ ബർത്ത് പ്ലേസ് ഓഫ് ഇന്ത്യൻ റിനൈസൻസ് വെസ്റ്റ് ബംഗാൾ ആണ്. എങ്കിൽ ദ റിനൈസൻസ് ഹീറോ നോൺ ആസ് ലിയനാർഡോ ഡാവിഞ്ചി ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന വ്യക്തി ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ്. തിരിഞ്ഞു പോകരുത്. ഒരിക്കൽ കൂടി പറയാം. ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. വെസ്റ്റേൺ ഇന്ത്യ ആണെങ്കിൽ ആരാടെ? പറഞ്ഞേ. MG റാനഡെയാണ്. എങ്കിൽ ഇന്ത്യൻ റിനൈസൻസിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാ? രവീന്ദ്രനാഥ ടാഗോർ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.